ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ സായുധ സേനയ്ക്കായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമിനിയ വ്യക്തമാക്കി. ഈ ജലപാതയിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും തങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമായിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളിലേക്ക് അമേരിക്കൻ ആയുധങ്ങളുമായി വരുന്ന ഒരു കപ്പലും ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജലപാത ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യവും ഇറാന്റെ സൈനിക മേൽനോട്ടത്തിൽ മാത്രമേ കടന്നു പോകാവൂ. ഹോർമുസിന്റെ പടിഞ്ഞാറൻ മേഖല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനയും കിഴക്കൻ മേഖല ഇറാനിയൻ നേവിയും സംയുക്തമായി പൂർണ്ണ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലൂടെ സുരക്ഷിതമായി കടന്നു പോകാൻ ഇറാന്റെ സൈനിക അനുമതി നിർബന്ധമാണ്. ഏപ്രിലിൽ പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുവിഭാഗവും ഭീഷണികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്കിനെ ഒരു തന്ത്രപ്രധാന ആയുധമായി ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്ന ഏക പാതയാണിത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാരിടൈം ചോക്ക് പോയിന്റായി ഇത് കണക്കാക്കപ്പെടുന്നു.